കൽപ്പറ്റയിലേക്ക് പോകുന്നു. അവിടുന്ന് കാളിദാസൻ ദേവദത്തും നമ്മുടെ തത്സമയം ചേരുകയാണ്. കാളിദാസൻ, നിലവിൽ നമ്മൾ ഇനിയിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ ടോസാണ്. ഇന്ത്യ ടോസ് വിൻ ചെയ്ത് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ എന്നൊക്കെയുള്ള ഗസ്സുകൾ വന്നു കൊടുക്കുന്ന സമയമാണ്. അവിടെ ഇപ്പോൾ ആരൊക്കെയുണ്ട്? എന്താണ് ആരാധകരുടെയൊക്കെ ഒരു പ്രതികരണം? ഏറ്റവും പ്രധാനമായിട്ടും ഇന്ത്യ ടോസ് നേടണം എന്നുള്ളതാണ് ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ ആരാധകരോട് ചോദിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം മുൻപത്തെ അനുഭവമൊക്കെ നമുക്കുണ്ടല്ലോ. എന്തായാലും നിലവിൽ കൽപ്പറ്റ ജിനചന്ദ്രൻ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ക്രിക്കറ്റ് അല്ല, ഇവിടെ ഫുട്ബോൾ നടക്കുകയാണ്. വയനാട് ലീഗ് മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെയും എത്തിയ കായിക ആരാധകരുണ്ട്. അവരൊക്കെ ഫുട്ബോൾ മാത്രമല്ല, ക്രിക്കറ്റിനെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഇന്നത്തെ T20 വൈകുന്നേരം നടക്കാനിരിക്കുന്ന, ആ 7 മണിക്ക് തുടങ്ങാനിരിക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് മത്സരത്തിനായി കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകർ ഈ വയനാട്ടിലെ ഈ ലീഗ് മത്സരം പ്രോത്സാഹിപ്പിക്കാനും വരുന്നുണ്ട്. ഇനിയും ഇവിടെ ലീഗ് മത്സരങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. അതിനനുസരിച്ച് ആൾക്കാർ വരുമെന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. എങ്ങനെ പേരെങ്ങനെ? എന്താ സൗണ്ട്? എങ്ങനെ വൈകുന്നേരത്തെ പരിപാടി? T20 ആര് ജയിക്കും? ഇന്ത്യ ജയിക്കും. ഉറപ്പല്ലേ? ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ എങ്ങനെ കാണാറുണ്ടോ? കളി കാണാറുണ്ടോ? ക്രിക്കറ്റ് ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ. ഈ മത്സരം, ഈ ടൂർണമെന്റ് മൊത്തം കണ്ടായിരുന്നു? ഇല്ല, ചിലത് മാത്രം. കിട്ടുന്നില്ല, നോമ്പകല്ലേ. അപ്പൊ സഞ്ജു സാംസന്റെ കളിയെ കുറിച്ച് എന്ത് പറയുന്നു? സഞ്ജു നല്ല കളിയല്ലേ, അടിച്ചു കയറിയല്ലേ. അതാ ഒരു കണ്ണറിട്ടൊരു ചേട്ടനുണ്ട്. കണ്ണറിട്ട വലിയ ആരാധകനാ. കാണാറില്ലേ? കളി കാണാറില്ല. ഓ, അത് ചുമ്മാ പറയുന്നതാണ്. നേരത്തെ ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ ആളാ. ഇപ്പൊ ഇതൊക്കെ കണ്ടപ്പോ അങ്ങ് പറയുക. ഇവിടെ കളി അറിയുന്നൊരു മെയിൻ ക്രിക്കറ്റ് കളിക്കാരനുണ്ട്. മോനെ പേര്? മുഹമ്മദ് ജാസിർ. അപ്പൊ ഇന്നത്തെ കളി ഇന്ത്യ തൂക്കുവോ ന്യൂസിലൻഡ് തൂക്കുവോ? എന്തായാലും ഇന്ത്യ നന്നായി കളിച്ച് നല്ല ജയിക്കട്ടെ. ഇന്ത്യ ഇതുവരെ എല്ലാ കളികളും ജയിച്ചു. ആകെ ഒരു കളിയെ തോറ്റുള്ളായിരുന്നു, ആ ദക്ഷിണാഫ്രിക്കയോടെ. ആ ദക്ഷിണാഫ്രിക്കയെ സെമിഫൈനലിൽ തോൽപ്പിച്ചവരാ ന്യൂസിലൻഡ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ക്രിക്കറ്റ് അല്ല, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ഇന്ത്യ ജയിക്കത്തില്ലേ? ഇന്ത്യ ജയിക്കട്ടെ. സഞ്ജു അടിച്ചു കയറുവോ? അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അഭിഷേക് അടിക്കുവോ? എനിക്കതാണ് അറിയേണ്ടത്. അതറിയില്ല. വേണമെങ്കിൽ അടിക്കാന്ന് പറഞ്ഞു. അവസാനത്തേക്ക് പയ്യനൊരു അവസരം കൊടുത്താൽ അടിച്ചു കയറുമെന്നാണ് സഞ്ജു പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ കളി ആവേശത്തോടെ തന്നെ കാണുന്നല്ലേ. അപ്പം വൈകുന്നേരം എങ്ങനെയാണ് ഈ പരിപാടികളൊക്കെ? കാലങ്ങൾക്ക് ശേഷം ഒരു ശരി കാളിദാസൻ, എന്നാലും ക്രിക്കറ്റ് ആവേശത്തിനായി കാളിദാസൻ ചെന്ന് കയറിയതൊരു ഫുട്ബോൾ ടീമിന്റെ ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ പ്രതികരിക്കുന്നു. എന്തായാലും അവരും പറയുന്നു സഞ്ജു മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.